സ്വർണ്ണവില കത്തിക്കയറുമ്പോൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വിൽക്കാൻ നല്ല ഒരു നിക്ഷേപം തന്നെയാണിത്. കേരളത്തിൽ ഈ വർഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് സ്വർണ്ണ വിപണിയിൽ കച്ചവടം നടന്നത്. ഒരു പവൻ സ്വർണത്തിന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായിരുന്നു ഇന്നലത്തെ വില. സ്വർണ്ണവില വർദ്ധിച്ചതോടെ വാങ്ങുന്നതിനേക്കാളും വിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പഴയ സ്വർണം വിൽക്കുമ്പോൾ പവനനുസരിച്ചുള്ള ഇന്നത്തെ വില ലഭിക്കാനും പ്രയാസമാണ്. സ്വർണ്ണവില കുറയുമെന്ന പേടിയിൽ പല ജുവലറികളും സ്വർണം എടുക്കാനും മടി കാണിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും സ്വർണം വിൽക്കാനെത്തിയാൽ നൂലാമാലകൾ നിരവധിയാണ്. നിരവധി പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. വിൽക്കാനെടുക്കുന്ന സമയം, അതിനായുള്ള ചെലവുകൾ എന്നിവയ്ക്ക് പുറമെ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം വരെ വിൽക്കാൻ തടസ്സങ്ങളാകാറുണ്ട്. പണം ATMൽ നിന്നെടുക്കുന്നത് പോലെ സ്വർണവും നിക്ഷേപിച്ചിട്ട് കാശെടുക്കാൻ കഴിഞ്ഞാലോ? കയ്യിലുള്ള ഒരു സ്വർണം മിഷനകത്ത് നിക്ഷേപിക്കുമ്പോൾ അതിന്റെ പരിശുദ്ധി അളന്ന പണം അപ്പോൾ തന്നെ ലഭിച്ചാലോ? എന്നാൽ അങ്ങനെയൊരു ATM ഉണ്ട്. ഇവിടെയല്ല, ചൈനയിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം സ്വർണ്ണ ATMകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡാണ്. ഷാങ്ഹായിലെ തിരക്കേറിയ മാളുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ചെറിയ ATM മെഷീൻ പരമ്പരാഗത ആഭരണശാലകൾക്ക് ഒരു ബദലാണ്. സ്വർണത്തിന്റെ പരിശുദ്ധി തത്സമയം പരിശോധിക്കുന്നതിനാലും തത്സമയ വിലനിർണ്ണയം നടത്തുന്നതിനാലും പണം അപ്പോൾ തന്നെ ലഭിക്കുന്നതിനാലും ഉപഭോക്താക്കളും ഇത്തരം ATMകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഈ ഗോൾഡ് ATM പരമ്പരാഗത ജുവലറികൾക്ക് ബദൽ എന്ന നിലയിലാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇനി ഗോൾഡ് ATM പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗോൾഡ് ATM മെഷീൻ ആദ്യം സ്വർണത്തിന്റെ പരിശുദ്ധിയും ഭാരവും അളക്കും. അതിനുശേഷം 1200 ഡിഗ്രി സെൽഷ്യസിൽ സ്വർണം ഉരുക്കും. തുടർന്ന് മെഷീൻ ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിന്റെ തത്സമയ നിരക്കിനെ അടിസ്ഥാനമാക്കി വില കണക്കാക്കുന്നു. നാമമാത്രമായ സേവന ഫീസ് കുറച്ചുകൊണ്ട് ബാക്കി തുക ഉടമകൾക്ക് നൽകും. ഇനി ഗോൾഡ് ATM ഇത്ര ജനപ്രിയമാകുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം. ഷെൻഷൻ ആസ്ഥാനമായുള്ള കിങ്ഹുഡ് ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ഈ മെഷീൻ ഇതുവരെ ചൈനയിലെ ഏകദേശം 100 നഗരങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഷാങ്ഹായിൽ മറ്റൊരു യൂണിറ്റ് സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ഓട്ടോമേറ്റഡ് സ്വർണ്ണ ഇടപാടുകൾക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം ഗോൾഡ് ATM വിപണി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സ്വർണത്തിന്റെ വില നിരന്തരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈ യന്ത്രങ്ങൾ ആളുകൾക്കിടയിൽ കൂടുതൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. വില പേശാതെ തങ്ങളുടെ പക്കലുള്ള വിലയേറിയ ലോഹം പണമാക്കി മാറ്റാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഗോൾഡ് ATMകൾ നൽകുന്നത്. കൂടാതെ ഇങ്ങ് തെലങ്കാനയിൽ ഇത്തരത്തിലൊരു ATM പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരുന്നു. സ്വർണ്ണപ്പണയ വായ്പാ വിതരണ നടപടിക്രമങ്ങളിൽ പുത്തൻ മാറ്റത്തിന് വഴിവെക്കുന്നതായിരുന്നു സെൻട്രൽ ബാങ്കിന്റെ ഈ സംരംഭം. ഗോൾഡ് ലോൺ നൽകാനുള്ള നടപടിക്രമങ്ങൾ 10 മുതൽ 12 മിനിറ്റിനകം പൂർത്തിയാക്കാൻ ഈ ATMന് കഴിയും. ഉപഭോക്താവ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ആധാർ നമ്പർ എന്നിവ കയ്യിൽ കരുതി വേണം ATMലെത്താൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ഈ ഗോൾഡ് ലോൺ ATMൽ ഒരു ബോക്സ് ഉണ്ട്. ഇതിലാണ് ഉപഭോക്താവ് സ്വർണം വെക്കേണ്ടത്. തൂക്കവും പരിശുദ്ധിയും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ATM പരിശോധിക്കും. തുടർന്ന് നിലവിലെ വിപണിയിലെ അധിഷ്ഠിതമായ പണം ഉപഭോക്താവിന് വായ്പയായി ലഭിക്കും. സ്വർണ്ണപ്പണയ വായ്പാ മാനദണ്ഡ പ്രകാരം ഈടുവയ്ക്കുന്ന സ്വർണത്തിന്റെ വായ്പാ തുകയുടെ 10% വരെ മാത്രമേ ATMൽ നിന്ന് പണമായി ഉപഭോക്താവിന് ലഭിക്കുകയുള്ളൂ. ബാക്കി തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലാണ് വരിക. സ്വർണ്ണ വായ്പയ്ക്കായി ഉപഭോക്താവ് നേരിട്ട് ബാങ്കിലെത്തുന്നത് ഒഴിവാക്കാമെന്നതും ഉപഭോക്താവിനും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും സമയം ലാഭിക്കാമെന്നതുമാണ് ഈ ഗോൾഡ് ലോൺ ATMന്റെ പ്രധാന പ്രത്യേകത. സെൻട്രൽ ബാങ്കിന്റെ ഇടപാടുകാർക്ക് മാത്രമേ ഈ ഗോൾഡ് ATM ഉപയോഗിക്കാനാകൂ. അതേസമയം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ബാങ്ക് വാറങ്കലിൽ ഗോൾഡ് ലോൺ ATM സ്ഥാപിച്ചത്. പ്രവർത്തനം വിജയകരമായാൽ രാജ്യത്തിന്റെ കൂടുതൽ മേഖലകളിൽ ഈ ATM സ്ഥാപിക്കും. മറ്റു ബാങ്കുകളും വൈകാതെ ഇതേ പാത പിന്തുടർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. കൂടാതെ ചൈനയിൽ പുറത്തിറക്കിയ ATM താമസിക്കാതെ ഇന്ത്യയിൽ വരുമെന്നാണ് സൂചന നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.